നമസ്കാരം. കലാമണ്ഡലം സത്യഭാമ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒരുപാട് അപമാനിച്ച സ്ത്രീ. അന്ന് DNA ന്യൂസിന് കലാമണ്ഡലം സത്യഭാമ അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പരാമർശിച്ച ചില കാര്യങ്ങളുടെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായി. അന്ന് കലാമണ്ഡലം സത്യഭാമയെ അപമാനിച്ചവരിൽ ഒരാളായിരുന്നു ബോച്ചെ. വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഇന്ന് ഇതേ DNA ന്യൂസിൽ ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ഒരു അഭിമുഖത്തിനായി വന്നിരിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോടതിയിൽ വിധി കാത്ത് നിൽക്കുകയാണ്. അതായിരിക്കാം ദൈവത്തിൻ്റെ ഒരു വികൃതി. നമസ്കാരം ടീച്ചർ. നമസ്കാരം. അന്നത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരുപാട്, അതായത് കേരളത്തിൽ ഒരു സ്ത്രീയോ പുരുഷനോ നേരിടാത്ത തരത്തിലുള്ള അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ടീച്ചർ ഒന്ന് നേരിട്ടത്. എങ്ങനെ തരണം ചെയ്തു ഇതിനെ? നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നപ്പോൾ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ആ കുറച്ച് ദിവസം നമുക്കൊരു മാനസികാവസ്ഥ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കി. എങ്കിലും ഇപ്പോൾ എനിക്ക് അത് നല്ലൊരു പരസ്യമായിട്ട് അനുഭവപ്പെട്ടു. ഇപ്പം ഞാൻ എവിടെ ചെന്നാലും ഞാൻ ആരാണെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ശരിക്കും ഇവിടെ വന്ന് ചേക്കേറിയ ഒരാളാണ്. തൃശ്ശൂർ സ്വദേശിനിയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പല സ്ഥലങ്ങളിലും ചിലർ അറിയാമെങ്കിലും ആരാണ് എന്താണെന്ന് നമ്മളൊരു പ്രോഗ്രാമിന് തന്നെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എവിടെ ടീച്ചർ എവിടെ താമസിക്കുന്നത്, എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമേ എനിക്ക് വരുന്നില്ല. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ പിന്നെ ഒരു പരസ്യമായിട്ടത് തോന്നി. കുറെ കോടികളോ ലക്ഷങ്ങളോ കൊടുത്താൽ പോലും ഒരു പരസ്യം. അതിനേക്കാൾ ഉപരി ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ഇപ്പോഴും ഇതല്ലേ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മൾ ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർവ്യൂ നമ്മൾ കൊടുത്തതിൽ അത് ജനങ്ങൾ എടുത്തു എന്ന് വരികിലും ഞാൻ പിന്നെ പലപ്പോഴുമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂട്യൂബ് ചാനലുകൾ കാണാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ മാറി വരുന്നുണ്ടല്ലോ ചാനലുകളിലെല്ലാം, ഓരോ പ്രശ്നങ്ങൾ. അതെല്ലാം നോക്കിയപ്പോൾ ആണിനെയായാലും പെണ്ണിനെയായാലും തേജോവധം ചെയ്യുന്നൊരു ട്രെൻഡ് ശരിക്കും നമ്മുടെ കേരളക്കര ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മാത്രമല്ല എല്ലാവർക്കും ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഒരാളെ കല്യാണം കഴിച്ചാൽ പോലും അത് പ്രശ്നമായിട്ട് വരുന്നൊരവസ്ഥ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ആ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനായിട്ട് സുപ്രീം കോടതി വിധിയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരെ നമ്മുടെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ 100% ഉണ്ടായിട്ട് ആ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമേ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒട്ടുമില്ല. നമ്മൾ എന്നിട്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് പറയണം, അവരിപ്പോഴും ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നത് ഞാൻ പലർക്കും കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അവരിപ്പോഴും രംഗത്ത് തന്നെ വന്നിരിക്കുക. അവർക്ക് യാതൊരു ഇല്ല. അതിൻ്റെ ആവശ്യം ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് നിർത്താനൊന്നും പോകുന്നില്ല. നമ്മൾ അന്നൊരു പ്രശ്നം പറഞ്ഞു, അത് ചിലർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തവരാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസ് കൊടുത്തപ്പോഴും എല്ലാവരും എനിക്ക് അനുകൂലമായിട്ട് കമൻസുകളെല്ലാം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അന്ന് ടീച്ചർ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ അതിക്രൂരമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിട്ട് ആക്രമിക്കപ്പെട്ടു. അത് ഇവിടുത്തെ സാംസ്കാരിക നായകരാകട്ടെ, അന്തിച്ചർച്ചാ ചാനൽ തൊഴിലാളികളാകട്ടെ, ഇങ്ങ് 4ാം കിട ഈ സൈബർ ജീവികളാകട്ടെ ഒരുപാട് അപമാനിച്ചു. ആ അപമാനിച്ച അതേ ആൾക്കാരാണ് ഇന്ന് ഹണി റോസ് എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി സ്ത്രീത്വത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ രോദിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഒരു തമാശ തോന്നുന്നു. തമാശ തോന്നുന്നതിനേക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ, സീരിയൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് 100% ഇപ്പോൾ ഡാൻസ് എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. സിനിമ അതല്ല. സിനിമയും സീരിയലും അഭിനയത്തിന് നമ്മുടെ നടന്മാരും നടികൾക്കൊക്കെ ഫാൻസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഡാൻസുകാർക്ക് എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരുടെ ശിഷ്യകൾ ഫാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ജനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ട്രെൻഡിലായിരിക്കും ഹണി റോസിന് അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ കുട്ടിക്ക് അതിനുള്ളൊരു എതിർ പാർട്ടി എന്തോ പറഞ്ഞു എന്ന് കണ്ടല്ലോ കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്നെ പറഞ്ഞിട്ടുള്ള പല യൂട്യൂബ് ചാനലുകാർക്കെതിരെ ഞാൻ എല്ലാം പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. മാർച്ചിന് മുമ്പ് ഞാനത് ഫയൽ ചെയ്യാതിരിക്കാം. മാർച്ചാണല്ലോ നമ്മളുടെ
ഈ ഇൻ്റർവ്യൂ വന്ന് കഴിഞ്ഞ വർഷം വന്നത്. 19th DNA വന്നെടുത്തത്. അതിനുശേഷം 20ാം തീയതി മുതലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ സാധനം ഞാൻ പെൻഡ്രൈവിലാക്കി വെച്ചിരിക്കുക. ഞാൻ 100% അത് ഇപ്പോഴത്തെ രീതിയിൽ വെച്ച് എനിക്ക് കൊടുക്കാൻ ഞാൻ ശരിക്കും അതിനൊരു തയ്യാറെടുപ്പിലാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. വളരെ ഒരു ആരെക്കുറിച്ചും എന്തും പറയുന്ന ഒരു വ്യക്തി. ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു തംബ്നെയിൽ തന്നെ നിംഫോമാനിയക് എന്നായിരുന്നു. സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ നിംഫോമാനിയക്. അതായത് ആ നിംഫോമാനിയക്കിൻ്റെ അർത്ഥം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ടീച്ചർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ പോലും ആക്രമണം നേരിട്ടിട്ട് അതിനെ തെറ്റാണ് എന്ന് പറയാൻ ഒരാളില്ല. അത് മാത്രമല്ല, ഒരു യൂട്യൂബ് ചാനലുകാരൻ പറഞ്ഞ എന്താ അറിയോ, ഞാൻ MTയുടെ കൂടെയായിരുന്നു. പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തെളിവ് സഹിതം എനിക്ക് കൊടുക്കാറുണ്ട്. ഞാൻ വെറുതെ അങ്ങ് യൂട്യൂബിൽ കണ്ടുപോയിട്ടില്ല. ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ MTയുടെ കൂടെയായിരുന്നു. അവർക്കൊരു മകനുണ്ട്. ആ മകൻ MTയുടെ ആണെന്ന് പോലും ഞാൻ എന്നെ പോലുള്ള അല്ലെങ്കിൽ ഞാൻ സംശയിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അയാൾ സംശയിക്കുന്നു. അതായത് ഈ യൂട്യൂബ് എന്നെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകാരെ എൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരാളെ പോലെ അയാൾ അങ്ങ് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഹണി റോസ് സ്ത്രീയാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിയമ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഒരു സ്ത്രീയല്ല ഞാൻ. ഇതേപോലെ എന്നെ പോലെ എത്രയോ സ്ത്രീകളെ യൂട്യൂബ് ചാനലുകാർ ഈ ജനങ്ങളും പറയുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് എന്താ, ഞാൻ പല പരാതികളും കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ചില കാര്യങ്ങൾ എന്നെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കൊടുത്തിട്ട് അനങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങളെ ഒന്നും സ്ത്രീകളായിട്ട് കൂട്ടിയിട്ടില്ല. അല്ല, അതിന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡ് ഉണ്ട്. അത് ടീച്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടീച്ചർക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കും മനസ്സിലാകും. പീഡനത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു പീഡന കാലമാണ്. ഈ മാമ്പഴക്കാലം, ഈ ചക്കയ്ക്കൊക്കെ ഒരു പ്രത്യേക സീസണുണ്ട്. ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ പ്രത്യേക സീസൺ ഉള്ളതുപോലെ ഈ എന്താണ് പീഡന കേസ് വന്നു കഴിഞ്ഞാൽ തുരു ആ പീഡന പരാതികളുടെ പ്രവാഹമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അത്തരം പരാതികൾ വന്നു. ഇനി ഇപ്പോൾ ഹണി റോസ് പരാതി കൊടുത്തു. ഇനി ഒന്നിന് പുറകെ ഒന്നായി അടുത്ത് ഇത്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കും. അല്ല, അത് ആവശ്യമാണ്. ഈ സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല. അപമാനിക്കപ്പെടുന്നയാൾ ആരായാലും, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അത് വേദന ഒരുപോലെ തന്നെയാണല്ലേ. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, ഈ ബോബി ചെമ്മണ്ണൂരിനായാലും ആർക്കായിരുന്നാലും SRY ആണിന് ഈ പെണ്ണിനൊക്കെ ഈ പറയുന്നവരുണ്ടല്ലോ, തള്ള കിളവി എന്നുള്ള വാക്കുകളൊക്കെയാണ് എന്നെ ഉച്ചരിച്ചത്. പല സ്ത്രീകളും പുരുഷന്മാരും ഇവരെ വീടുകളിലെല്ലാം ഓരോ തള്ളയുണ്ടല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ കിളവികളും ഉണ്ടല്ലോ. പിന്നെ അതുപോലെ ഓരോ സ്ത്രീകൾക്കും ഉണ്ടായവരല്ലേ ഈ പറയുന്നവര്. അതുകൊണ്ട് അങ്ങ് പൊട്ടി മുളച്ച് പാടത്തും മരമ്പത്തുണ്ടായതല്ലല്ലോ, ആണോ? അല്ല. അപ്പൊ എന്ത് കണ്ടിട്ട് ഈ കിളവി അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ദൈവാനുഗ്രഹമല്ലേ എൻ്റെ? തീർച്ചയായിട്ടും അല്ലേ. ഒരു രോഗമോ ഒന്നും എനിക്കില്ല, ഈ നിമിഷം വരെ ഇല്ല. അപ്പോൾ അസൂയക്കും കുശുമ്പിനും മരുന്നില്ലല്ലോ. അത് കണ്ടിട്ടായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം. കാരണം ഈ ഒരു പ്രായത്തിൽ എല്ലാവരും കുഴമ്പം തേച്ച് പിടിപ്പിച്ച് ആശുപത്രിയുടെ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന സമയത്ത് എങ്ങനെ സഹിക്കാൻ പറ്റും ടീച്ചറെ? ഇതെങ്ങനെയാ സഹിക്കാൻ പറ്റുന്നത്? അതൊന്ന് ടീച്ചറൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് അന്നത്തെ ആ ദിവസത്തിലേക്ക് വരാം. ഈ ഒരു അഭിമുഖം DNA ന്യൂസിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം 3-ാം ദിവസമാണ്, 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3-ാം ദിവസമാണ് മലയാളത്തിലെ ഒരു കോമഡി നടി, ഒരു ചാനലിൽ ഒരു കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു നടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിൻ്റെ തുടക്കമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ആ സ്ത്രീയുടെ ഭർത്താവ് ഈയിടെയായിട്ടൊരു പീഡന കേസിൽ പെട്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ, പക്ഷെ അവർ വേണ്ടിയിട്ടില്ല കേട്ടോ അതിനെക്കുറിച്ച്. അതിനുശേഷം ഇതങ്ങ് കത്തിപ്പടരുകയായിരുന്നു. സുപ്രഭാതത്തിൽ ഞാൻ അറിയുന്നത്, 3-ാമത്തെ ദിവസം ഞാൻ അറിയുന്നത് ഇത് വലിയൊരു വിവാദമായിരിക്കുകയാണെന്നാണ്. ഞാൻ ടീച്ചറുടെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്താണ്, അതിനു മുമ്പ് തന്നെ TV വിയിലൊക്കെ ലൈവൊക്കെ കാണിച്ചു തുടങ്ങി. എങ്ങനെ, അതായത് മാധ്യമപ്രവർത്തകർക്ക് ഒരു മര്യാദയുണ്ട്. ഒരു വ്യക്തികളുടെയും, അതായത് ഞാൻ മുമ്പൊരു വാർത്താ സംബന്ധമായിട്ടുള്ള ഒരു കേസിന് ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതി ചെന്നപ്പോൾ ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് VG അരുൺ പറഞ്ഞതാണ്, മാധ്യമങ്ങൾക്കെന്നല്ല സർക്കാർ ഏജൻസികൾക്ക് പോലും ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ കടന്നു കയറാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ഒരു അവസരത്തിലാണ് ടീച്ചറുടെ വീട്ടിലേക്ക് ഒരു അതിക്രമിച്ച് കയറുന്നത്. അത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? പ്രേക്ഷകർ അറിയണം അത്. കാരണം പലരും അന്ന് കാണിച്ചതിൽ പലരും ടീച്ചർ പൊട്ടിത്തെറിക്കുന്നതായിട്ടും ഒക്കെയാണ് കാണിച്ചത്. അന്ന് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ടീച്ചറുടെ പ്രേക്ഷകരോട്. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നമ്മൾ കൊടുത്തു, അത് വിവാദമായി 2 ദിവസത്തിനകം അങ്ങനെ കത്തിപ്പടർന്നു. ആ പടർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ എന്നെ ഒരു ന്യൂസ് മാത്രമുള്ള ഒരു ചാനലിൽ നിന്ന് വിളിച്ചു. അത് ആദ്യമായിട്ട് അതാണ് വരുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ അടുത്തുള്ള പുള്ളിയുടെ ഡീലിങ്സും സംസാരം ഫോണിലാണ് സംസാരിക്കണ കേട്ടാണ്ടല്ലോ, എന്താണെന്നറിയാം, ഇങ്ങനെയാ മാധ്യമ പ്രവർത്തകർ നല്ല മറുപടി കൊടുത്തു ഞാൻ. അല്ല പറയാന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അതാണ്, കേസ് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്ത സബ്ജക്റ്റ്. നിങ്ങളാരാ അങ്ങനെ പറയാം, അയാളെ അങ്ങനെ പറയാം, നിങ്ങളാര്, അതൊക്കെ ആ ഒരു ടോൺ നമ്മളെ അങ്ങ് എന്താ പറയുക തീരെ അങ്ങ് വില കുറച്ച് അതാണ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാൻ അതായിരിക്കും. അതാണ് ആദ്യം വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷായി ക്ലാസ് തുടങ്ങണ സമയത്ത് പിന്നെ വീട് പെയിൻ്റ് അടിക്കുന്ന ദിവസമായിരുന്നു. അത് സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഫ്രണ്ട് വീടിൻ്റെ ഗേറ്റ് അടിക്കുന്ന സമയമായി. അപ്പോൾ അതിനിടയ്ക്ക് പോലീസുകാർ വന്നു. അപ്പോൾ ഇത് ശരിക്കും ഫ്ലാഷായി കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പുരാമൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ പോലീസുകാർ നിൽക്കുന്നു കണ്ടു. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട വിജിലൻസിലൊരു സാറുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു, സാറേ ഇവിടെ എന്താ ഇങ്ങനെ പോലീസുകാർ നിൽക്കുന്നത്, അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചാൽ വിളിച്ചത്. അത് ടീച്ചറിന് സെക്യൂരിറ്റി ഇട്ടേക്കണമെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. ഞാൻ ഇതൊന്നും അറിയണില്ല, ഇത്രയും പ്രശ്നമായി കേരളം മൊത്തം. കേരളം മാത്രമല്ല, അമേരിക്കയിൽ വരെ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അമേരിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ വരെ വിളിച്ചിട്ട് ടീച്ചറെ ഇവിടെ ഭയങ്കര ടീച്ചറിൻ്റെ അവൾ എൻ്റെ അടുത്ത് പഠിച്ചതാ, ടീച്ചറിൻ്റെ ശിഷ്യാണ് ഞാൻ പറയുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഭയങ്കര സംസാരം അതൊക്കെ പോട്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് ഇടിച്ചങ്ങ് കയറും എൻ്റെ വീട്ടിലോട്ട്. ഞാൻ ചോദിച്ചു നിങ്ങളെ ഞാൻ വിളിച്ചോ? എല്ലാവരും ഒരു 10-50-60 പേരുണ്ട്. ഇവരെല്ലാവരും ഇടിച്ചങ്ങ് കയറി വന്നപ്പോഴത്തേക്കും സത്യമായിട്ട് ഞാൻ മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, അമ്മ പോയിട്ട് സത്യം പറഞ്ഞോ, അതാ നല്ലത്, അല്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് അവരുടെ ചോദ്യങ്ങളും ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിസ്റ്ററോ ഒരു MLA അല്ലെങ്കിൽ നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെടുത്ത് ഇവർ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കോ? നമ്മളെയൊക്കെ എന്താ പട്ടിയെ പോലെ കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ സുമേഷേ, അതായത് ഒരു ഫംഗ്ഷൻ നടക്കുന്നു, ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം കലാപരിപാടികളുണ്ട് എന്ന് പറയുമ്പോഴേ ആരവിടെ ഇരിക്കുള്ളൂ? അതാണ് കലാകാരന്മാര്. ഞങ്ങളെ പോലുള്ളവരില്ലെങ്കിൽ ഇവിടെ ഈ വല്ലതും ഉണ്ടോ? എന്നെ വിട്, രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കാൻ വരുന്നു പറഞ്ഞാൽ ആരും വരില്ല. ഇതിന് ഈ പ്രസംഗത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് ശേഷം നൃത്ത പരിപാടി, ഗാനമേള, SOR ഏത് പരിപാടിയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കലാകാരന്മാരെ കൊണ്ടല്ലേ അത് നടക്കുള്ളൂ? തീർച്ചയായിട്ടും. സുമേഷിനെ കൊണ്ട് പറ്റുമോ? വേറെ ഈ വന്ന പത്രപ്രവർത്തകരെ കൊണ്ട് പറ്റുമോ? അവരവരുടെ തൊഴിൽ ചെയ്യുക. ആ തൊഴിൽ ചെയ്തൊരു മാന്യം മര്യാദയുണ്ട്, അതില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പട്ടിയെ പോലെ പറയാം. എൻ്റെ അച്ഛനെ പറയണു, എൻ്റെ അമ്മയെ പറയണു, എൻ്റെ സൗന്ദര്യത്തിന് ചോദ്യം ചെയ്യുന്നു, എൻ്റെ ഈ പൊട്ടിനെ ചോദ്യം ചെയ്യുന്നു. ഇവരിതൊക്കെ ഇതൊക്കെ ചോദ്യം ചെയ്യുക എന്നെ. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത്, ഈ മാധ്യമപ്രവർത്തകരെല്ലാം പ്ലാൻ ചെയ്ത്, അതായത് പിന്നെ ചെന്നൈ ചാനലിൽ വന്നിട്ട് ഞാൻ മുകളിൽ നിന്ന്, എൻ്റെ വീട് ഒരു വലിയ ഹാളാണ്, താഴെ ക്ലാസ്, ഞാൻ ഹാളിലേക്ക് ഓരോ സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ ഈ ക്രിമിനൽ എന്തൊക്കെയോ ചെയ്തിട്ടുള്ള ചില കുറ്റവാളികളുടെ എടുത്തുകൊണ്ട് പുറകെ നടക്കൂലേ, അതേപോലെ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിട്ട് എടുക്കുക, ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറയും, എനിക്ക് മാധ്യമപ്രവർത്തകരുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു പരസ്യം ഒന്നിനും പോകുന്നില്ല. ഒരു ആർട്ടിസ്റ്റിനെ അറിഞ്ഞു വരണം, അതാണ് എൻ്റെ പോളിസി. അല്ലെങ്കിൽ പരസ്യം കൊടുത്തിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുക, ചാനലുകളിൽ പരസ്യം കൊടുക്കുക, ARൽ പരസ്യം കൊടുക്കുക, പരിപാടിയൊന്നും എനിക്കില്ല. ഒരു ആർട്ടിസ്റ്റ്, യഥാർത്ഥ ആർട്ടിസ്റ്റ് ഒരു കാലത്ത് അറിഞ്ഞു വരും, ഇന്നടത്ത് ഒരു രോഗം നമുക്ക് വന്നാൽ ഇന്നടത്ത് കുറേ ദൂരെ ആയിരിക്കും, ഇന്നടത്തൊരു ഡോക്ടറുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞത് മാറിയിരിക്കും, നമ്മൾ പോവില്ലേ? തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിനെ അന്വേഷിച്ച് വരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവർ വന്നിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ എടുക്കുന്നത് പോലെ എൻ്റെ പുറകെ നടക്കണം, ഇറങ്ങാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ പറയണേ, ഒരു ചാനലുകാരാണ് കയറിയത്, അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഈ ക്യാമറയുടെ കൂടെ, അവരോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞേ. ഇത് കഴിഞ്ഞിട്ട് ഒരു ചാനലുകാരൻ പറയണേ, അപ്പോൾ അവർ കാർ ഷെഡിൽ നിൽക്കുക, നിങ്ങളുടെ വീട്ടിൽ കയറിയോ ഞങ്ങൾ? എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞേ, മോനെ നീ എൻ്റെ മകനാവാനുള്ള പ്രായമുണ്ട്, എന്നാലും ഞാൻ പറയാ, എൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്ന ചോദിച്ചാൽ ഞാൻ എവിടെയൊക്കെ എത്ര TC വീടിനുണ്ട്, എവിടെയൊക്കെ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്, എവിടെയൊക്കെ കരം അടയ്ക്കുന്നുണ്ടെന്നൊക്കെ വല്ല അപമുണ്ടല്ല അറിയില്ല എന്നാ കേട്ടോ. ഞാൻ ഇനി നിൽക്കുന്ന സ്ഥലം നിങ്ങൾ നിൽക്കുന്ന ഈ കാർ ഷെഡ് എനിക്കൊരു TC എന്ന് പറഞ്ഞാൽ
അപ്പോൾ കാർ ഷെഡിന് ടി സി ഉണ്ടോ എന്ന് സംശയിക്കും. ഒരു കാലത്ത് അവിടെ വലിയൊരു പ്രൊഫഷൻ കടകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ പ്രൊഫഷൻ കടകളൊക്കെ ഇടുമ്പോൾ ടി സി ഇല്ലാതെ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതും ഇതും ടി സി അപ്പം കൊണ്ടുവരുന്നില്ല. ഇവന് ഒരു ചോദ്യത്തിന് നല്ല ക്വസ്റ്റിന് നല്ല മറുപടി കൊടുത്താൽ എന്നെ പിന്നെ അങ്ങോട്ട് തേജാവധം ചെയ്ത് പറയുന്നതാണ്, അല്ലെങ്കിൽ ചാനലുകൾ തേജാവധം ചെയ്യണതാണ് മാധ്യമ പ്രവർത്തനം. അല്ല, അവർക്ക് അന്ന് ഇത്തരം ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു അവർക്ക്. അല്ലെങ്കിൽ ഞാൻ ഇവരെ വിളിക്കണം, ഞാൻ ഇവരെ വിളിച്ചില്ലല്ലോ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഇപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് എല്ലാവരും കിടന്ന് ഓടുണ്ടല്ലോ. എന്താ ഞാനൊന്നും സ്ത്രീയായിട്ട് ആരും കൂട്ടിയിട്ടില്ലേ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിയമപരമായിട്ട് നോക്കാനും എല്ലാത്തിനും പോലീസും കോടതിയൊക്കെ ഉണ്ട്. വരുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. ഇവർക്ക് എന്ത് കാര്യം? ഇവരെ കൊണ്ട് നമുക്ക് ഒരു 5 കിലോ 2 കിലോ അരി മേടിച്ചു തരാൻ പറ്റും മാധ്യമപ്രവർത്തകരുടെ അടുത്ത്? ഇല്ല. ഞങ്ങൾക്ക് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കാനായിട്ട് ഇവർ നോക്കിയത്. സത്യമായിട്ട് എന്നെ സംബന്ധിച്ച് അവർ എന്നെ ഏറ്റവും അധികം ദ്രോഹിച്ചത് അവരാണ്. തീർച്ചയായിട്ടും അവർ എന്നെ ദ്രോഹിച്ചത്, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട്. അതിനുശേഷം അവർ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങിയപ്പോൾ ഈയിടെയായിട്ട് ടീച്ചറെ ഇന്റർവ്യൂവിനും മറ്റും വിളിച്ചു ചാനലിൽ വിളിച്ചിട്ടുണ്ട്. ഏതൊരു ചാനലിൽ കൊടുത്തില്ല? കൊടുത്തു. അപ്പോൾ മറ്റുള്ളവരോടൊക്കെ എന്ത് മറുപടി പറഞ്ഞു? ആരോട്? മറ്റു പലരും വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്റർവ്യൂവിന് വേണ്ടി. ചിലർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രമുഖ ചാനലുകാരെ വിളിച്ചു. ആദ്യം എൻ്റെ ഒരു ഡൂക്കിളി ഏതോ ഒരു പെൺകുട്ടിയെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ടീച്ചർ അതിൻ്റെ പ്രൊഡ്യൂസർ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതെന്താ പറയുക, എറണാകുളത്ത് ചെല്ലണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ 10 പൈസയുടെ ഗുണമില്ല, നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എടുക്കുമെങ്കിൽ ഞാൻ വരാം. അല്ല, ടു ആൻഡ് ഫ്രം AC കോച്ച് ബുക്ക് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് യാത്ര ചെയ്യാൻ വെറുതെ പറഞ്ഞു, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അത് ഇന്ന ആളാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അതൊന്നും ഇവിടെ വിഷയമല്ല എന്ന് പറഞ്ഞ്. ആര് ചെയ്താലും ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാനും സംസാരിക്കാനും എനിക്ക് നല്ല പോലെ അറിയാം. ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള 74 കലാമണ്ഡലത്തിൽ ജോയിൻ ചെയ്ത ഞാൻ എത്ര വിദ്യാഭ്യാസം അക്കാലത്തുള്ള കുട്ടികൾക്കുണ്ടെന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാം. ഞാൻ പറയണ്ട, ഞാനിപ്പോൾ BA ആണ്, ഡിഗ്രി ആണ്, MA ആണെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മനസ്സിലായി? എൻ്റെ വിദ്യാഭ്യാസം പൊതുവെ എല്ലാവർക്കും അറിയാം. അതൊന്നും വേണ്ട. ഇത്രയും വർഷത്തെ ജനങ്ങളായിട്ടുള്ളൊരു സമ്പർക്കമുണ്ട്. അതിൽ സാമാന്യം തെറ്റില്ലാത്തൊരു വിവരം വരും. പിന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ പോക്കറ്റിൽ കിടക്കണ കാശ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അധ്വാനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ചിട്ട് നല്ല മനസ്സോടെ ആ പൈസ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെരുമാറണം. വേണ്ടേ? ആ കൊച്ചിനെ ഞാൻ പഠിപ്പിക്കുന്നു. അത് നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ട് അദ്ദേഹത്തിന് 10 രൂപ കൊടുക്കേണ്ട അദ്ദേഹത്തിന് 100 രൂപ എനിക്ക് തരാനുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ അത്യാവശ്യം സാമാന്യ മര്യാദ, ഒരു സംസാര രീതിയുണ്ട്. അത് വേണം. അതിന് വിദ്യാഭ്യാസമൊന്നും വേണ്ട. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഫോണിൽ കൂടെയൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട്. സ്വിച്ച് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് അനാവശ്യങ്ങൾ പറയുന്ന, സാമാന്യം തെറ്റില്ലാണ്ട് തിരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ വിടുക, അതിനും നല്ല മറുപടി കൊടുക്കും. അതിന് ഇപ്പോൾ എന്നിട്ട് എന്താ അവരാരും കൊണ്ട് പരാതി കൊടുക്കാത്ത എന്താ? എന്നെ പറഞ്ഞു, തിരിച്ചു പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ തിരിച്ച് ഇത്രയധികം മറുപടി പറയും. പറയും. നമ്മളും ചോറ് തന്നെ തിന്നണത് അല്ലേ? ഉപ്പുമുളകും പുളിയൊക്കെ രുചിച്ചൊക്കെ അറിഞ്ഞ് കഴിക്കുന്നവർ സാമാന്യം തെറ്റില്ലാണ്ട് മറുപടി പറയും. ഞാൻ പറയും, ഇനിയും പറയും. ഞാൻ പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ കുറേ കുട്ടികൾ വരുന്നുണ്ട്. 40-45 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ. അപ്പോൾ അസാമാന്യം തെറ്റില്ലാത്തൊരു സമ്പാദ്യം എനിക്കുണ്ട്. ഇത്രയും വർഷം അധ്വാനിച്ചല്ലേ. അപ്പോൾ അതിൽ എനിക്ക് അല്ലാതെ ആരുടെയും ചെലവില്ല. എൻ്റെ കുട്ടികളുടെ ഭഗവാന് വിളക്ക് കത്തിച്ച് രാവിലെ നമ്മൾ തൊഴും. അടുത്തതായിട്ട് എൻ്റെ ഭഗവാനും ഭഗവതിയും ദേവിയൊക്കെ ആയിട്ട് വരുന്ന ആ കുട്ടികളുടെ പാരൻസാണ്. ശരിയല്ലേ? അല്ലാതെ എനിക്ക് ആരെന്താ തരുന്നത്? ഇവിടെ ഈ സിറ്റിക്കകത്ത് ഏത് ക്ഷേത്രങ്ങളിൽ കൊടുത്ത് ഒരു പരാതി ഒരു അപ്ലിക്കേഷൻ പ്രോഗ്രാമിന് കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിന് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇന്നും അങ്ങനെ, ഈ നിമിഷം വരെ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? എവിടെ ഈ കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും അങ്ങനെയാണ് ഇപ്പോഴും കളിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ആരോടാ കടപ്പാട്? ഞാൻ അധ്വാനിക്കുന്നു. രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേക്കും, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ക്ലാസ്സിലിറങ്ങും. ഈ കുട്ടികളെ പഠിപ്പിക്കില്ല എന്നെ പണി. അപ്പോൾ പഠിപ്പിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവണ്ടേ? ആ മനസ്സുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും നന്നായിരിക്കണം. നമ്മളെപ്പോഴും നല്ലതേ ചെയ്യാവൂ.
അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും പലരിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും. അത് ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കും അറിഞ്ഞൂടാ. ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കറിയാം? ഞാൻ ആരൊക്കെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആർക്കും ഒരു സത്യങ്ങളും അറിഞ്ഞുകൂടാ. ശരിയല്ലേ? അതറിയാത്തവർ എന്നെ അങ്ങ് അല്ല, അതാണ് ആ സത്യങ്ങൾ പ്രേക്ഷകർ കൂടി അറിയണം. കാരണം അത് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ടീച്ചർ ഇപ്പോൾ അമൃത ടി വിയിൽ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഞാൻ നോക്കി. പലരും പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറെ വളരെ എന്താണ് പോസിറ്റീവായിട്ടാണ് ഉള്ള കമൻറ്റുകളായിരുന്നു. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അതായത് മലയാളിയുടെ ഒരു വികൃതമായിട്ടുള്ളൊരു മനസ്സാണ് ഈ എന്താണ് ഒരാളെ ചവിട്ടി അരയ്ക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഏതൊരു ഗിന്നീസ് ബുക്കിൽ ഒരു പ്രശ്നം വന്നിട്ട് ഒരു സിനിമാ നടിയുടെ ഒരു പരിപാടി ഉണ്ടായില്ല. അപ്പം എൻ്റെ അടുത്ത് ഇതേപോലെ ഒരു ചാനലുകാർ വിളിച്ചിട്ട് ചോദിച്ചു, ടീച്ചറിൻ്റെ അഭിപ്രായം എന്താ, അതിങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ, എനിക്ക് ആ സിനിമാ നടിയെ അറിയാം, ഞാൻ ആ കുട്ടിയുടെ സിനിമ കണ്ടിട്ടുണ്ട്, നല്ലൊരു നടിയായിരുന്നു. ഇപ്പോൾ ആ കുട്ടി അധികം സിനിമയിലില്ല, നല്ലൊരു നടിയാണ്, എനിക്കിഷ്ടമാണ്. ആ കുട്ടി അത്യാവശ്യം ഡാൻസ് കളിച്ച് പഠിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുറേ കുട്ടികൾ നിന്നിട്ട് ഡ്രസ്സ് ഇട്ട് കളിക്കുന്നത് ഞാൻ കണ്ടു, ടി വിയിൽ കണ്ടു, അല്ല നേരിട്ട് കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാണ്ട് ആ കുട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല എന്നാണ്. ഇതിൻ്റെ സത്യം എനിക്ക് അറിയണം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അല്ല അതല്ലേ ശരി? അല്ലാതെ നമ്മൾ അവരതല്ല പ്രതീക്ഷിച്ചത്, ടീച്ചറുടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ സമയങ്ങളിൽ അന്നത്തെ 2-3 ദിവസം അന്തിച്ചർച്ച പോലും ഇതായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഇതെത്ര വലിയൊരു വിഷയമാണ്, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതുപോട്ടെ, ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കണ്ട. പിന്നെ അതിനുശേഷം ടീച്ചർ ഈ വിദ്യാർത്ഥികളുടെ അവരുടെ പാരൻസിൻ്റെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? പലരും പറഞ്ഞത് ഇതോടുകൂടി പൂട്ടി, ഇനി എന്തായാലും പഠിപ്പിക്കില്ല എന്നൊക്കെ. എന്ന് വെച്ചാൽ ഈ പദങ്ങളൊന്നും അല്ല ഉപയോഗിച്ചത്, എങ്കിൽ പോലും പറഞ്ഞത് എന്തായിരുന്നു പാരൻസിൻ്റെയും കുട്ടികളുടെയും? പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചറെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ പ്രോഗ്രാം ഈ എനിക്ക് ജാമ്യം കിട്ടുന്നതൊക്കെ തൊട്ട് മുമ്പ് വൈലോപ്പള്ളിയിൽ എൻ്റെ ആനിവേഴ്സറി നടത്തി, സ്ഥാപനത്തിൻ്റെ ആനിവേഴ്സറി അവിടെ നടത്തിയപ്പോൾ ജാമ്യം എനിക്ക് കിട്ടിയിട്ടില്ല, ആ നിമിഷം വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പ്രോഗ്രാം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഉള്ള പാരൻസിൻ്റെ കൂടെയൊക്കെ വന്നവർ, ടീച്ചർ ഓഡിയൻസിനെയൊക്കെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കൊല്ലം വിളിക്കാറില്ല, പക്ഷെ ഞാൻ പറയാറുണ്ട് വൈലോപ്പള്ളിയിൽ വണ്ടി സൗകര്യം ഉള്ളവർക്ക് അവിടെ വരാൻ പറ്റുള്ളൂ, അല്ലാതെ ബസ് ആ റൂട്ടില്ലാത്തതുകൊണ്ടേ അത് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറയും, എല്ലാവരും ലോറിയിൽ ആളെ ഇറക്കിക്കോളൂ, എന്നാലും അവിടെ ഓഡിയൻസ് ഫുള്ളാവുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ എന്നോട് പാരൻസ് ചോദിച്ചു, ടീച്ചർ ഇവിടെ ആളെ വിളിച്ചോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരും വിളിച്ചില്ല, ഞാൻ ആകെപ്പാടെ മാനസികാവസ്ഥ മോശമായിട്ട് നിൽക്കുന്നത്. എൻ്റെ സുമേഷ് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവിടെ നിറഞ്ഞ് കവിഞ്ഞ്. അപ്പം അങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ എനിക്ക് ഉണ്ടെങ്കിൽ ജനങ്ങൾ അത്ര അവിടെ വരുമോ? ഇല്ല. അതെനിക്ക് ഞാനത് നമ്മളിപ്പോൾ പറയാനേ പറ്റുള്ളൂ, കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നും പ്രോഗ്രാമിന് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മളെ ഇത്രയും വർഷം അങ്ങ് പിന്നെ ചൊറി കുത്തിയിരിക്കുകയായിരുന്നില്ലല്ലോ, അന്തസ്സായിട്ട് വരുമാനവും സേവിങ് എനിക്കുണ്ട്, അങ്ങനെ നമ്മൾ തളരില്ല. പിന്നെ എനിക്ക് എൻ്റെ വീട് 2 കോടി 2.5 കോടിയുടെ വീടാണ്, എല്ലാം അധ്വാനിച്ച് ഡാൻസ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് വിറ്റാലോ അല്ലെങ്കിൽ ഒരു 2-3 നിലയാണ് വീട്, അതിൽ എനിക്കൊരു മോനേ ഉള്ളൂ. എന്തോന്നിനെ ഇതൊക്കെ സമ്പാദിച്ചിരുന്ന ആർക്കാ? അതൊന്നും ആരും പറഞ്ഞ് പഠിക്കണ്ട. എന്നെ അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ ഉടുക്കുന്ന സാരികൾ, ഞാനിടുന്ന സ്വർണ്ണങ്ങൾ, ഞാൻ ചെന്നിറങ്ങുന്ന ഇപ്പം ഞാൻ പിന്നെ എന്തൊരു വണ്ടിയാണ് സുമേഷ്? ജാഗുവർ ബുക്ക് ചെയ്തിരിക്കുക. 2 ദിവസം ഇപ്പം അതിൻ്റെ പേപ്പർ വർക്ക് കിടക്കുകയാണ്, എറണാകുളത്ത് നിന്നാണ് എടുക്കണം. ഒരാഴ്ചക്കകം ഇനി ഇവിടെ ഞാൻ അതിന് വേണ്ടി തന്നെ മേടിച്ചതാ. സത്യഭാമ ടീച്ചർ അങ്ങ് നശിച്ചു നാറക്കല്ലായി എന്നല്ല എല്ലാവരും പറയണത്. ഇനി ഞാൻ ചെന്നിറങ്ങണം അതിലായിരിക്കും. അല്ല, അതാണ് ഇത്. അന്നത്തെ ഒരു വിഷയം ഉണ്ടായപ്പോൾ
ആ വിഷയം അവിടെ തീരേണ്ടതായിരുന്നു. ചിലപ്പോൾ ഈ ആർക്കെങ്കിലും വേദന ഉണ്ടായിരിക്കാം, അവർ നിയമപരമായി പോയി, അതൊക്കെ നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കിടക്കേണ്ട. പക്ഷേ ഇതിൽ കുറേ ആൾക്കാർ മകൻ്റെ പോലും സ്വകാര്യതയെ പറ്റി പറഞ്ഞുകൊണ്ട് കുറേ സ്ത്രീകൾ പ്രധാനമായും എങ്ങനെ ചാനൽ എന്ന് പറയുമോ അതിനെക്കുറിച്ച്? അതായത് ഒരു അതല്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഒരു മൊബൈലും കൊണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർ എങ്ങനെ ചാനലാകുന്നത്? ടീച്ചർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ഇതുപോലുള്ള ഓൺലൈൻ ചാനലിൻ്റെ പല ഓഫീസിലും ടീച്ചർ പോയിട്ടുണ്ട്. അതുപോലെയാണോ ഈ പറയുന്ന, അങ്ങനെയാണോ പറഞ്ഞത്? കാരണം മകൻ്റെ സ്വകാര്യതയെക്കുറിച്ച് പോലും വളരെ വളരെ മോശമായിട്ടൊക്കെയാണ് അവരുടെ ബന്ധത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്. അതല്ല, അതിന് ഇപ്പോൾ ഈ ചാനലുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അവസാനിപ്പിച്ചില്ല. അതായത് നമ്മൾ ഒരു കുട്ടി 5 ലക്ഷം പറഞ്ഞു ഒരു നടി എന്ന് പറഞ്ഞല്ലോ, അത് 5 ലക്ഷം ആ കുട്ടിയുടെ ചാർജാണ്. അത് ഞാൻ ആ കുട്ടിയുടെ സൈഡാ. സുമേഷ് ഒരു കാര്യം ചെയ്ത സുമേഷിന്റെ ചാർജ് പറയൂലേ, എന്റെ ചാർജ് ഞാൻ പറഞ്ഞു. അങ്ങനെ അതത്രയേ ഉള്ളൂ. അവർ പെട്ടെന്നൊരു ദിവസം ചോദിക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ, അതാ ഞാൻ അതിന്റെ സൈഡ് തന്നെ. അല്ലാതെ പിന്നെ നമുക്ക് സംസാരിച്ചിട്ട് ഒരു 2 ലക്ഷം ഒന്ന് കുറയ്ക്കാവോ, അല്ലെങ്കിൽ 1 ലക്ഷം ഒന്ന് കുറയ്ക്കാവോ, എല്ലാവരും കുറയ്ക്കും ഇല്ലേ? ഒരു അടുപ്പത്തിന്റെ പുറത്ത് നമ്മൾ കുറച്ച് കുറയ്ക്കുക, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ പറയാൻ വരണത്, അങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് ഡാൻസുകാരെയോ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരെ വിളിക്കുമെന്നല്ലാതെ സാധാരണ ഇതിപ്പോൾ ഞാൻ അന്ന് കൊടുത്തിട്ടുള്ള ഒരു ടോക്കിനെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും ഡാൻസുകാർ വന്നിരുന്ന് സംസാരിച്ചോ? ഇല്ല. വന്നിരുന്നത് സംസാരിച്ചതാരാ? ഒരു ചാനലിൽ വന്നിരുന്നിട്ട് 2 സ്ത്രീകൾ വന്നിരുന്നു. ഈ വന്നിരുന്നിട്ട് അവരെന്നെ ആദ്യം പറയണത്, എന്നെ അവർക്ക് നമശിവായ എന്നറിയാത്തവർ ഇവരെന്നെ പറഞ്ഞു തരാം അവരൊരു ക്രിമിനലാണെന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ഞാനത് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയണം തരാം. അതിലൊരുത്തി പറയുകയാണേ, രാവിലെ അപ്പോൾ ഈ ചർച്ചയിൽ എന്നെ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ്. നമ്മളെ ഈ പത്രക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന അന്ന് രാത്രി ഇവർ രാവിലെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് സംസാരിച്ചിട്ട് അവർക്ക് വല്ല ഉളുപ്പുണ്ടോ നോക്ക്, അല്ലെങ്കിൽ എന്തെന്ന് അതിന് ചില വാക്കൊക്കെ അവർ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്ക്. ഞാൻ പറഞ്ഞ് അവരൊരു ക്രിമിനലാണ്, അവരൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ അവർക്ക് ഒരുപാട് കേസുകളുണ്ട്, പിന്നെ മരുമകളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു. നിർത്ത് ഡേ എന്നാ വിളിച്ചേ, എടേ എന്ന് തിരുവനന്തപുരം ഭാഷയാണ്. പക്ഷേ ഞാൻ തൃശ്ശൂർക്കാരി, എൻ്റെ വായിൽ അറിയാതെ വന്നു പോലെ 40-45 വർഷമായി. ഡേ നിർത്ത്. ഈ എടേ വിളിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ വലിയ കുട്ടികൾ എന്നോട് പറഞ്ഞു, ടീച്ചറാ പറഞ്ഞത് അസലായി, അങ്ങനെ തന്നെ വേണം. എടേ നിർത്ത്. ഇയാൾ ഇന്ന പോലെയൊക്കെ ചെയ്തിട്ടൊരു കേസ് റണ്ണിങ് ആണോന്ന് ചോദിച്ചു. അവൻ മണ്ടൻ്റെ ആട്ടങ്ങി കൊടുക്കണ്ടേ സുമേഷ്? അല്ല, അത് ചാനലുകാര് ടീച്ചറെ ആക്രമിക്കാനായിട്ടല്ല വിളിച്ചോണ്ട് വന്നത്. അപ്പോൾ അവര് ആ ഒരു രീതിയിൽ പ്രതികരിച്ചു. ക്രിമിനലാണ്. മരുമകൾ അടിച്ചിറക്കി, മരുമകളുടെ 35 പവൻ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഈ മരുമകളുടെ കേസ് ആദ്യം ഫയൽ ചെയ്തിരിക്കുന്നത് ഞാനാ, മരുമകളല്ല. 35 പവന് 10 ലക്ഷം ഞാൻ ചോദിച്ചു എന്നാണ് ഇവര് പറയണം. അവര് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്നിട്ട് ആ കേസ് നമ്പർ ഇപ്പോൾ ഞാൻ പരസ്യപ്പെടുത്താൻ തയ്യാറാണ്. ആദ്യം കേസ് കൊടുത്ത് ഞാനാ. അപ്പോൾ ഞാൻ ഇത്രയും കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് ഫയൽ ചെയ്യും. ആദ്യമേ ഞാനത് കൊടുക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരാളറിയണത്. അപ്പോൾ ഇവർക്ക് സ്ഥിരം ഒരു കുത്തകയാണ്. ചില ചാനലുകളിൽ അങ്ങ് വന്നിരുന്നിട്ട് നെഞ്ചും വിരിച്ചങ്ങ് ഇരുന്ന് അങ്ങ് നാട്ടുകാരെ മൊത്തം ഒന്നും അറിയൊന്നും വേണ്ട, അങ്ങ് പറഞ്ഞോളും. ഞാനങ്ങനെയല്ല. എന്നിട്ട് അത് എല്ലാ കുട്ടികളെയും കാണുന്ന രീതിയിൽ ക്യാമറ വയ്ക്കണം. എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ആർട്ടിസ്റ്റുകളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഇത്രയും കുട്ടികളെ വേഷം കെട്ടി നിർത്താനായിട്ട് എല്ലാവരും കൊണ്ടും പറ്റും. ഇവൻ കാരണം ഞാൻ മോളിൽ ഇറങ്ങി വന്നേ. അതിനെക്കുറിച്ച് ഞാൻ ഒരു ചാനലിൽ പറഞ്ഞു. അത് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ മക്കൾ പറഞ്ഞത് കേൾക്കണം. സിനിമാ നടി വേറൊരുത്തി ഒരു സഹനടിയായിട്ട് നമ്മൾ നടിയായിട്ടൊന്നും അവരെ കൂട്ടിയിട്ടില്ല, ഞാൻ കൂട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ല ചുട്ട മറുപടി പലരും കൊടുത്തു. ഞാൻ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. എനിക്ക് എന്തെങ്കിലും പോസ്റ്റൊക്കെ തരണം, എനിക്ക് അങ്ങനെ എങ്ങനെ ഞാൻ ചോദിക്കുന്ന പരിപാടി നമുക്കില്ല. അങ്ങനത്തെ പരിപാടി ഇല്ല. ഇവര് എന്നെ അങ്ങോട്ട് സ്റ്റേറ്റ് മെമ്പറാക്കി. ഇല്ലാന്ന് നേതാക്കന്മാരെന്ന് പറയട്ടെ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം,
കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.